നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ 2 തവണയും പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമാൻ നരേന്ദ്രമോദി കേരളത്തിൽ പലവട്ടം വന്നപ്പോഴും നാരികളെ ചേർത്ത് പിടിക്കുന്നതിൽ ഔത്സുഖ്യം കാണിച്ചു. അദ്ദേഹം ഇന്ത്യ മുഴുവനും ഗീർവാണം മുഴക്കി നടന്നതും നാരികളെ ചേർത്ത് പിടിക്കുമെന്നും അങ്ങനെ ഇനിയൊരു ഭരണത്തിലേക്ക് 3-ാം വട്ടം ഭരണത്തിൽ വരുമ്പോൾ നാരീശക്തിയെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കും എന്നുമാണ്. അങ്ങനെ പ്രസംഗിച്ച് നടന്ന മോദിക്ക് ഇപ്പോ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? 400 സീറ്റിലധികം ഒറ്റ കക്ഷിയായിട്ട് BJP തന്നെ 400 സീറ്റിലധികം വാങ്ങി ഭരണത്തിലെത്തും, തിരിച്ചു വരും എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ ഇന്റേരിയം റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞതും ജൂണിൽ ഫുൾ ബജറ്റുമായി ഞാൻ വരുമെന്നാണ്. ഇപ്പോൾ നിർമ്മല സീതാരാമൻ മത്സരിച്ചിട്ടില്ല, ജയിച്ചിട്ടില്ല. ഒരു പക്ഷേ വീണ്ടും ധനമന്ത്രിയായിട്ട് എവിടെ നിന്നെങ്കിലും മത്സരിച്ച് ജയിച്ചു വരാൻ സാധ്യതയില്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ധനമന്ത്രി സ്ഥാനം കൊടുത്താൽ 6 മാസത്തിനകം ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്നാൽ മതി. അപ്പൊ ഇപ്പൊ ജയിച്ച ഏതെങ്കിലും ഒരു MP-യെ റിസൈൻ ചെയ്യിപ്പിച്ച് ആ ഭാഗത്ത് നിന്ന് മത്സരിച്ച് അവർക്ക് വരാം. എന്തായാലും മോദി വീണ്ടും 3ാമത് ഭരണത്തിൽ വന്നു എന്നുള്ളത് തന്നെ ഇപ്പോ അവർക്ക് അത്ഭുതമായിരിക്കുകയാണ്. അഥവാ വലിയ പ്രഹരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മോദി 3ാം വട്ടം ഭരണത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വലിയ പ്രഹരം ഏറ്റുവാങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ മോദി ഗ്യാരണ്ടിയെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. മോദി ഗ്യാരണ്ടി പ്രത്യേകിച്ച് വനിതകളെ ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള ഗ്യാരണ്ടി. വേറെ ഒരുപാട് ഗ്യാരണ്ടികൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഏതാനും ചില വനിതകളെ ചേർത്ത് പിടിക്കുന്ന ഗ്യാരണ്ടിയെ പറ്റിയാണ് എനിക്ക് ആദ്യം പറയാൻ താല്പര്യമുള്ളത്, എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളത്. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ അടുത്ത നാളിലുണ്ടായ ഒന്ന്, അതായത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, അറ്റൻബറോയുടെ ഫിലിം ഗാന്ധി എന്ന സിനിമകളിലൂടെയാണ് ലോകം അറിഞ്ഞത് എന്ന് ഒരിക്കൽ അദ്ദേഹം ഇലക്ഷന്റെ അവസാന ഘട്ടത്തിൽ, അതായത് പല തന്ത്രങ്ങൾ പയറ്റി നോക്കി 18 അടവും മുട്ടടവും എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ 18 അടവും പയറ്റി ഈ 400 സീറ്റ് കരസ്ഥമാക്കാൻ വേണ്ടി, അങ്ങനെ 18 അടവും കഴിഞ്ഞ് മുട്ടടവ് പയറ്റുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഗാന്ധിയെ തേജോവധം ചെയ്യാനായിട്ട് ശ്രമിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതും. അപ്പോൾ അങ്ങനെ മഹാത്മാഗാന്ധിയെ തന്നെ വളരെ കൊച്ചാക്കിക്കൊണ്ട് തൃണവൽഗണിച്ചുകൊണ്ട് എന്ന് വേണം പറയാനായിട്ട് അദ്ദേഹം നടത്തിയ സംസാരങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മോദി ഗ്യാരണ്ടിയെ പറ്റി പറയുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു പോവുകയാണ്. സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു പുസ്തകമാണ് ഞാൻ ഉയർത്തി കാണിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ പുസ്തകം. ഇതിന്റെ പുറംചട്ട ഒന്ന് നോക്കൂ. അതായത് ഈ പുസ്തകം ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്, അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ പറ്റി 2 ബ്രിട്ടീഷുകാരെഴുതിയ പുസ്തകമാണ്. ആരൊക്കെയാണ് ആ ബ്രിട്ടീഷുകാര്? ഡൊമിനിക് ലാപ്പിയർ ആൻഡ് ലാറി കോളിൻസ്. ഇവരാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതിന്റെ ഈ പുറംചട്ടയിലുള്ള മഹാത്മാക്കൾ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കുക. ആദ്യം കാണുന്നത് നമ്മുടെ മോദിജി തമസ്കരിച്ച അല്ലെങ്കിൽ ഇകഴ്ത്തി പറഞ്ഞ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെയാണ്. രണ്ടാമത് നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. മൂന്നാമത് നോക്കൂ ജവഹർലാൽ നെഹ്റു. നാലാമത് നോക്കൂ സർദാർ പട്ടേൽ. ഈ സർദാർ പട്ടേലിന്റെ പേര് മാത്രമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ മോദിജി സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. അദ്ദേഹവും തീർച്ചയായിട്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു മാന്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്ര പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിന്റെ ആദ്യ പേജിൽ തന്നെ, ഫ്രണ്ട് പേജിൽ തന്നെ അദ്ദേഹത്തിന്റെ മുഖവും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പുസ്തകത്തിന്റെ അകത്തേക്ക് കടന്നാലോ, ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, പക്ഷെ ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, അതായത് എങ്ങനെയാണ് ഇന്ത്യ 9 വർഷം, അതായത് നെഹ്റുവിന്റെ കാര്യം മാത്രം പറയുക, 9 വർഷം നെഹ്റു നമ്മുടെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ജയിലിൽ കിടന്നിരുന്നു.
അപ്പോൾ പിന്നെ മഹാത്മാഗാന്ധിയുടെ കാര്യം പറയാനില്ലല്ലോ. അപ്പൊ ഞാൻ ഗാന്ധിയെ പറ്റി അല്ല പറയുന്നത്, ഭരണകർത്താവായിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകമാണ് എൻ്റെ ശ്രദ്ധാകേന്ദ്രം. ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതായത് ഇതിനകത്തെ ഒരു പേജ്, ഏത് പേജാ, 388 പേജ്. ഈ പുസ്തകം നിങ്ങളൊക്കെ വാങ്ങണം എന്നാണ്, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകം നിങ്ങളൊക്കെ വാങ്ങണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഇനി ഇതിനകത്ത് 388 പേജിൽ ഉള്ളത് എന്താണ് എന്ന് നോക്കാം. അതായത് ലോങ് ഇയേഴ്സ് എഗോ വി മെയ്ഡ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനി നിങ്ങൾക്കറിയാം ആയിട്ട് വളരെ നേരത്തെ മുൻപേ ഒരു കരാറിൽ എത്തിച്ചേർന്നിരുന്നു. ആ കരാറിന്റെ ദിവസമാണ് നാം വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് അവർ, അതായത് ഈ വരാൻ പോകുന്ന പാതിരാത്രിക്ക് അതായത് 12 മണി അടിക്കുന്നതിന് തൊട്ടു മുൻപ്. എന്തുകൊണ്ടാണ് ഈ 12 മണി അടിക്കുന്നതിന് തൊട്ടു മുൻപ് നാം സ്വാതന്ത്ര്യത്തിലേക്ക് പോയത് എന്നറിയാമോ? അന്ന് അതായത് മുഹൂർത്തം നോക്കിയപ്പോൾ, മഹാമുനിമാരുമായി മുഹൂർത്തം നോക്കിയപ്പോൾ 1947 ഓഗസ്റ്റ് 15 തുടങ്ങിക്കഴിഞ്ഞാൽ, 12 മണി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓഗസ്റ്റ് 15 എന്നാണല്ലോ പറയുക. അപ്പം 15 തുടങ്ങുന്നതിന് മുൻപുള്ള മുഹൂർത്തത്തിൽ വേണം സ്വാതന്ത്ര്യം ഡിക്ലയർ ചെയ്യാനെന്ന് മുഹൂർത്തം കുറിച്ചിരുന്നു. ആ മുഹൂർത്തം കുറിച്ചിരുന്നത് കൊണ്ടാണ് അറ്റ് ദ സ്ട്രോക്ക് ഓഫ്, അതായത് ആ സ്ട്രോക്കിന് തൊട്ട് മുൻപ് ഈ ഇത് സ്വാതന്ത്ര്യം ഡിക്ലയർ ചെയ്യുന്നു. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദ മിഡ് നൈറ്റ് അവർ വൈൽ ദ വേൾഡ് സ്ലീപ്സ്, ലോകം ഉറങ്ങുന്ന ആ പാതിരാത്രിയിൽ ഇന്ത്യ വിൽ അവേക്ക് ടു ലൈഫ് ആൻഡ് ഫ്രീഡം, ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുന്നു എന്നാണ് ജവഹർലാൽ നെഹ്റു എഴുന്നേറ്റ് നിന്ന് ഒരു റേഡിയോയുടെ മുൻപിലാണ് പറയുന്നത്. അന്ന് ഇതുപോലെയുള്ള സ്ക്രീനോ ഒന്നുമില്ല 1947. അപ്പൊ ഒരു റേഡിയോയുടെ മുൻപിൽ അത് അദ്ദേഹം പറയുന്ന, അതിന്റെ മുകളിലത്തെ ഭാഗം ഞാൻ വായിച്ചില്ല, ഇന്ത്യയുടെ ദാസനായ ഞാൻ, ഇന്ത്യൻ ജനതയുടെ ദാസനായ ഞാൻ, അത് പറയാനാ ഞാൻ ഈ സെന്റൻസ് വായിച്ചത്. ഇന്ത്യൻ ജനതയുടെ ദാസനായ ഞാൻ ഈ മുഹൂർത്തം ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, അതനുസരിച്ച് ഈ മുഹൂർത്തം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. നാം ഫ്രീഡത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്നു എന്നാണ് അവിടെ അദ്ദേഹം പറയുന്നത്. അപ്പോ അതിനപ്പുറവും ഇപ്പുറവും ഒക്കെ ധാരാളം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വാങ്ങി വായിക്കുന്ന സുഹൃത്തുക്കളെ, എങ്കിലാണ് നമ്മൾ ഇത്തരം ഗ്രന്ഥങ്ങളുടെ മഹത്വം, നാം എങ്ങനെ സ്വാതന്ത്ര്യം നേടി, ആ സ്വാതന്ത്ര്യത്തിന് കൊടുക്കേണ്ടി വന്ന വില എത്രയായിരുന്നു, അതിന്റെ പുറകിൽ ആത്മാർപ്പണം ചെയ്ത മഹാരഥന്മാർ ആരൊക്കെയായിരുന്നു, അതൊന്നും അറിയാതെ അവരുടെ കാൽപാദത്തിലെ പൊടി തൊടാൻ പോലും അർഹതയില്ലാത്തവരാണ് അവരെയൊക്കെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നുന്നത്, നിങ്ങളൊക്കെ ഇത്തരം ഗ്രന്ഥങ്ങൾ വാങ്ങി വായിക്കണം. ഇതിനൊന്നും വലിയ വിലയില്ല. ആവശ്യമില്ലാത്ത ആർഭാടത്തിന് വേണ്ടി നാം കഴിക്കുന്ന വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ സ്വന്തമാക്കാൻ പറ്റും. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുട്ടികളും ആ പുസ്തകങ്ങളൊക്കെ കണ്ടും കേട്ടും വായിച്ചും വളരും. ആ വളർച്ച മഹത്വത്തിലേക്കുള്ള വളർച്ചയായിരിക്കും എന്നുകൂടി നാം സ്മരിക്കേണ്ടതാണ്. അങ്ങനെ ഈ പുസ്തകം താഴെ വെച്ചു. ഇതിനകത്ത് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്ക്, എങ്കിലും ഞാൻ അങ്ങനെ ദീർഘമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്നില്ല. നിങ്ങൾ തന്നെ ആ ഗ്രന്ഥം വാങ്ങി 388 പേജിലെ വാചകമാണ് ഞാൻ വായിച്ചത്. ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് തുടങ്ങുന്ന വാചകം. അത് സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കുന്നു എന്ന് ജവഹർലാൽ നെഹ്റു എഴുന്നേറ്റ്. അപ്പൊ ഓർക്കണം, എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം ഇത് പറയുന്ന സമയത്തും ഉണ്ടല്ലോ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് അതിഹൃദയഭേദകമായ സംഭവങ്ങളാണ്. ബംഗാളില് ജാതി സ്പർദ്ധ കൊണ്ട് പരസ്പരം വെടിവെച്ചും അല്ലാതെയും മരിക്കുന്ന ജനം, അവിടെയായിരുന്നു അന്ന് മഹാത്മാഗാന്ധി. അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തുപോലും അവിടെ നടക്കുന്ന പരസ്പര പോരിന്, രക്തച്ചൊരിച്ചിലിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി മഹാത്മാഗാന്ധി ആ സമയത്ത് കൽക്കട്ടയിലായിരുന്നു. അതുപോലെ ലാഹോറിലും അതുപോലെ രക്തച്ചൊരിച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പുസ്തകം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കാം. 388 പേജിൽ തന്നെ പറയുന്നുണ്ട് എത്ര ഹൃദയഭേദകമായ ഒരു മനസ്സോടുകൂടിയാണ് ജവഹർലാൽ നെഹ്റു എഴുന്നേറ്റ് നിന്ന് ജനങ്ങളോട് ഈ ഫ്രീഡത്തിന്റെ
പിന്നെ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് അദ്ദേഹം സ്തബ്ധനായി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ പുസ്തകം തന്നെ വായിക്കണം, സ്വന്തമാക്കി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വായിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ അങ്ങനെ സ്വാതന്ത്ര്യം തന്ന ആ മഹാരഥന്മാരുടെ മുൻപില് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ എത്ര ചെറുതായി പോകുന്നു എന്ന് ആലോചിച്ചു നോക്കുക. എന്താണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ പറ്റി വളരെ അതായത് ഒന്നുമല്ല അദ്ദേഹം എന്ന രീതിയിൽ സംസാരിക്കുക. നമുക്കറിയാം എന്താണ് ഒരു ജനാധിപത്യം എന്ന് പറയുന്നത്. ഏബ്രഹാം ലിങ്കൺ തന്ന ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെന്റ് എന്നാണ് അതിനെ നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ്, ആ ഒരു ഗവൺമെന്റ് ആയിരുന്നു ഇന്ത്യ ഇതുവരെ ഭരിച്ചിരുന്നത്. പല പല ഭരണകൂടങ്ങൾ വന്നു, അവരുടെയൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു. എങ്കിൽ പോലും ഈ എന്താ പറയാ സെക്യുലർ ഡെമോക്രസിയിൽ കളങ്കം വീഴ്ത്താനായിട്ട് ശ്രമിച്ചവരാരും തന്നെയില്ല കൂട്ടത്തില്. അതിനുള്ള ഒരു ശ്രമം ഇവിടെ നടന്നു ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോ ഇത്രയൊക്കെ പറയേണ്ടി വരുന്നത്. അത് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതായത് 400 സീറ്റ് എനിക്ക് മാത്രമായിട്ട് BJPക്ക് മാത്രമായി കിട്ടും എന്ന് പറഞ്ഞ് 156 തവണയാണ് നമ്മൾ ഓർത്തു നോക്കേണ്ടത്. ഒരു ദിവസം പോയി മൈസൂരിലെ ഒരു ഹോട്ടലിൽ നമ്മുടെ പ്രധാനമന്ത്രി താമസിച്ചതിന് കൊടുക്കേണ്ടി വന്ന വാടക 80 ലക്ഷം രൂപ. അപ്പൊ 156 ദിവസം അദ്ദേഹം ഈ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി ഇന്ത്യയിൽ ഉടനീളം നടന്നപ്പോൾ എത്ര കോടി രൂപ ഇലക്ഷൻ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ടാകുമെന്ന് ഓർക്കണം. അതിന് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന്റെ ഭരണം വീണ്ടും വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു, അദ്ദേഹത്തിന്റെ പാർട്ടി ആഗ്രഹിച്ചു, ഇന്ത്യയിലെ ജനങ്ങളും അത് തന്നെ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചത്. പക്ഷെ ആ വിശ്വാസം തെറ്റിപ്പോയി എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനകത്തുനിന്ന് തന്നെ ഞാൻ വേറെ ഒരു പേജും കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി എടുത്ത് വായിക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അത് ഊന്നി പറയുന്നത് എന്ന്. The India which those men and women represented would be a nation of 275 million Hindus. അതായത് ഈ ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസും കൂടി പറയുകയാണ് അന്നത്തെ ഇന്ത്യ എന്തായിരുന്നു എന്ന്. 275 മില്യൺ ഹിന്ദുസ് അന്നത്തെ ഹിന്ദുവില്. ഇത് 385 പേജിലാണ് കേട്ടോ ഞാൻ ഈ വായിക്കുന്ന സംഗതി ഉള്ളത്. 70 മില്യൺ, അതായത് 70 ദശലക്ഷം ഓഫ് ദം അൺടച്ചബിൾസ്. 275 ദശലക്ഷം ഹിന്ദുക്കൾ ഉണ്ട്. അതിൽ തന്നെ 70 ദശലക്ഷം പേർ അൺടച്ചബിൾസ്, തൊട്ടുകൂടാത്തവർ. അന്നത്തെ ഇന്ത്യയിലെ ആ സിസ്റ്റം കൊണ്ടാണ് അങ്ങനെ തൊട്ടുകൂടാത്തവർ എന്ന് പറയുന്നത്. 35 ദശലക്ഷം മുസ്ലിംസ് ആണ്, 7 ദശലക്ഷം ക്രിസ്ത്യൻസ് ആണ്, 6 ദശലക്ഷം സിഖുകാരാണ്, 1 ലക്ഷം പാഴ്സീസ് ആണ്, 24,000 പേർ ജൂസ് ആണ്. ഇതാണ് 85 പേജ്. എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞത് സെക്യുലറിസത്തിന്റെ കാതൽ എവിടെ കിടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. വിവിധ മതവിഭാഗങ്ങൾ ഉൾപ്പെട്ട ഒരു ഇന്ത്യ, ആ ഇന്ത്യയാണ് ആ ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, അതായത് സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേറ്റത്. അങ്ങനെ ഉണർന്നെഴുന്നേറ്റ ആ യുണൈറ്റഡ് ഇന്ത്യയിൽ ആണ് ഈ പറയപ്പെട്ട ജാതി വെറി സൃഷ്ടിക്കാൻ വേണ്ടി, പരസ്പരം തല്ലിച്ചു കൊല്ലാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് ഉണ്ടായാലും വിദ്യാഭ്യാസം അന്ന് സാക്ഷരത 30% ഇന്ന് സാക്ഷരത 65-70% വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും യുക്തിസഹമായി ചിന്തിക്കുന്ന ഇന്ത്യക്കാരന് ഒരിക്കലും ആ ജാതി വെറിയിലേക്ക് തിരിച്ചു പോകാനോ നമ്മുടെ ഡെമോക്രസിയുടെ കഴുത്തറക്കുവാനോ ശ്രമിക്കുകയില്ല. അതാണ് ഈ ഇലക്ഷനില് പാർട്ടി 400 കിട്ടി BJP മുൻപോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇതായപ്പോ പാർട്ടിയും സഖ്യകക്ഷികളും ഒക്കെയും കൂടി ചേർന്നാണ് ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യതയുടെ അവസ്ഥ അത്
സ്വയം കൃതാനർത്ഥമാണ് എന്ന് പറഞ്ഞേ തീരൂ. കാരണം യുക്തിസഹമായി ചിന്തിക്കുന്ന ഇന്ത്യക്കാരനെ അവർ രാഷ്ട്രപിതാവ് തൊട്ട് ഇങ്ങോട്ടുണ്ടായിരുന്ന മഹാരഥന്മാരുടെ കണക്കെടുക്കുമ്പോൾ, അവരുടെ വാക്കുകൾ ഓർക്കുമ്പോൾ, അവരുടെ കർമ്മങ്ങൾ ഓർക്കുമ്പോൾ അവിടെ എങ്ങും ച്യുതിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൊണ്ട്, അതായത് പറഞ്ഞാൽ ഒരു ദുരന്ത കാലമായിരുന്നു ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ എന്ന് വേണം. കറുത്ത കാലഘട്ടം, ചരിത്രത്തെ വളച്ചൊടിച്ച കാലഘട്ടം. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഈ ഗ്യാരണ്ടി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ഗ്യാരണ്ടി പറഞ്ഞിരുന്ന നരേന്ദ്രമോദിയെ പറ്റി ആലോചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.